തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിക്ക് കിട്ടിയ പാഴ്സലിൽ കഞ്ചാവ് പൊതി. കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിനിക്ക് വന്ന പാഴ്സലിലാണ് കഞ്ചാവ് പൊതി കിട്ടിയത്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഇത് കഞ്ചാവാണെന്ന് കണ്ടെത്തുന്നത്? വൃന്ദ, ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. കാര്യംപട്ട ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിനിക്കാണ് പാഴ്സൽ ലഭിക്കുമ്പോൾ അതിൽ കഞ്ചാവ് പൊതി ഉണ്ടായിരുന്നത്. കോഴിക്കോട് സ്വദേശി ശ്രീലാൽ എന്ന പേരിൽ നിന്നാണ് പാഴ്സൽ വന്നിരിക്കുന്നത്. 40 ഗ്രാം കഞ്ചാവ് അടങ്ങുന്ന പൊതിയാണ് വിദ്യാർത്ഥിനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ വിദ്യാർത്ഥി കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് അധികാരിയെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കി കണ്ടെത്തിയതിനു ശേഷം ശ്രീകാര്യം പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആരുടെ പേരിൽ നിന്നാണ് വന്നത്, അയാളിൽ നിന്നും കഞ്ചാവ് പൊതി എത്തിയത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇനി കോളേജിൽ വ്യാപകമായി കഞ്ചാവ് പൊതി വിതരണം ചെയ്തു വരുന്നുണ്ടോ, അത് ആദ്യമായാണോ ഇങ്ങനെ പാഴ്സൽ വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരും. ഏതായാലും വിദ്യാലയങ്ങളിൽ തന്നെ പലയിടത്തും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്ന്, ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനെ തുടർന്നുള്ള അന്വേഷണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ വിദ്യാർത്ഥിനിക്ക് തന്നെ ഒരു പൊതി രഹസ്യമായി ലഭിക്കുന്നു. അത് അധികൃതരെ അറിയിച്ചത് കൊണ്ട് പോലീസിനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമാകുന്നത് ഇതിനു മുൻപും ഇങ്ങനെ പൊതി എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ലഹരി മരുന്ന് വ്യാപകമായി കോളേജുകളിൽ അടക്കം എത്തുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി വരികയാണ്. അതായത് ശ്രീകാര്യം പോലീസ് കൂടുതൽ വിശദമായി ഉള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ശരി, വ്യക്തമാണ് വിഷ്ണു.